നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ. നാം ഇപ്പോൾ കർമ്മയോഗ അധ്യായത്തിൻ്റെ 21 ശ്ലോകം വരെയാണ് ശ്രദ്ധിച്ചത്. ഇനി നമുക്ക് 22 ശ്ലോകത്തിലേക്ക് കടക്കാം. 21 ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഹേ അർജുന, കർമ്മത്തിലോ ആചരണത്തിലോ എന്തെങ്കിലും സംശയം വന്നുവിട്ടാൽ ധാർമ്മികരായ പുരുഷർ എന്ത് ചെയ്യുന്നുവോ, എങ്ങനെ ആചരിക്കുന്നുവോ അത് തന്നെ നീയും ആചരിക്കുക എന്നാണ് ഭഗവാൻ. അതിനു മുമ്പ് ജനകൻ്റെ ഉദാഹരണം പറഞ്ഞു. അങ്ങനെ കർമ്മത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഭഗവാൻ കടന്നു ചെല്ലുകയാണ്. എങ്ങനെ കർമ്മം ചെയ്യണം, ആചരണങ്ങളിൽ സംശയങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. ഇനി തുടർന്ന് വരുന്ന 3 ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 22, 23, 24. ശ്ലോകം 23 കേൾക്കാം. ന മേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ശ്ലോകം 23. യദീഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. ശ്ലോകം 24. ഉത്സീദേയുരിമേ ലോകാനകുര്യാം കർമ്മ ചേദഹം സംഗരസ്യ ച കർത്ത സാമ്യുപഹന്യാമി മാ പ്രജാഃ. ഇതിൻ്റെ ശ്ലോകങ്ങളുടെ അർത്ഥം ശ്രദ്ധിക്കുമ്പോൾ ശ്ലോകം 23 ഭഗവാൻ പറയുന്നു, ഹേ പാർത്ഥ, ഹേ അർജുന, നോക്കൂ, എനിക്ക് ഈ 3 ലോകങ്ങളിലും വിശേഷമായ കർത്തവ്യങ്ങളൊന്നും ചെയ്യാൻ ഇല്ല. ലഭിക്കാത്ത വസ്തുക്കളോ നേടേണ്ട വസ്തുക്കളോ ഇല്ല. എന്നിട്ട് ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ശ്ലോകം 24. ഞാൻ ആലസ്യം വിട്ട് കർമ്മങ്ങളിൽ മുഴുകുന്നില്ലെങ്കിൽ യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണതന്ത്രിയ. ഞാൻ ആലസ്യം വിട്ട് കർമ്മങ്ങളിൽ മുഴുകുന്നതില്ലെങ്കിൽ ഹേ പാർത്ഥ, മാലോകരും എല്ലാ തരത്തിലും എൻ്റെ മാർഗത്തിൽ ചരിക്കാൻ തുടങ്ങും. ഈ ലോകരെല്ലാം തന്നെ എല്ലാ തരത്തിലും ഞാൻ ചെയ്യുന്നത് തന്നെ, ഞാൻ പോകുന്ന വഴിക്ക് തന്നെ പോകുവാൻ തുടങ്ങും, ചരിക്കാൻ തുടങ്ങും. ശ്ലോകം 24. ഞാൻ കർമ്മമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ ലോകം നശിക്കുകയും മാലോകർ ഭ്രഷ്ടരാവുകയും ചെയ്യും. ഞാൻ വർണ്ണ ആശ്രമ സങ്കരധർമ്മത്തിൻ്റെ കർത്താവായി പ്രജകളെ നശിപ്പിക്കുന്നവനായി തീരും. അതായത് ഭഗവാൻ ജനകൻ്റെ ഉദാഹരണത്തിലൂടെ ഉദാഹരണത്തിന് ശേഷം യോഗേശ്വരനായ കൃഷ്ണൻ സ്വന്തം ഉദാഹരണം എടുത്ത് കാണിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ 3 ലോകങ്ങളിൽ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യാനില്ലെന്നും, എന്നിട്ട് കൂടി ഞാൻ കർമ്മം ചെയ്യുന്നുവെന്നും, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ലോകം നശിക്കുമെന്നും, അഭ്യുദയവും നിശ്രേയസ്സുമാകുന്ന 2 മാർഗങ്ങളും യോഗസിദ്ധിയാൽ നേടിയവനാണ് ശ്രീകൃഷ്ണൻ. തൻ്റെ ഉദാഹരണം പ്രത്യക്ഷമാകയാൽ അർജുനൻ അത് സ്വീകരിക്കുമെന്ന് ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു. തൻ്റെ കർമ്മം എന്തോ അത് ചെയ്യാതെ മറ്റൊന്ന് സ്വീകരിച്ചാൽ ജനം അത് പിന്തുടരുമെന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ സ്വജീവിതത്തിൽ നടപ്പിലാക്കിയ കാര്യമാണ് അർജുനന് ഇവിടെ ഉപദേശിക്കുന്നത്. എങ്ങനെയും അർജുനനെ യുദ്ധത്തിന് പ്രാപ്തരാക്കുക, കർമ്മോത്സുകനാക്കുക എന്നാണ് ഈ കർമ്മയോഗത്തിലെ ഈ ശ്ലോകങ്ങളിൽ ഭഗവാൻ അർത്ഥമാക്കുന്നത്.
ഞാൻ അങ്ങനെ ചെയ്താൽ ലോകർ ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ അർജുനനെ കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, കർമ്മം ചെയ്യാതിരുന്നാൽ അതിനുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് നാം ഇപ്പോൾ ശ്രദ്ധിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകങ്ങളും ഇതുപോലെ തന്നെ വരുന്നതാണ്, തുടർന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത 2 ശ്ലോകം നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം.